നമസ്കാരം. എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുരാരോഗ്യവും ആയുസ്സും ധനവും സമ്പത്തും മനസമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ രാമനാഥ പണിക്കർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വോയിസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്താൻ കാരണം, നിങ്ങൾ വിഷ്ണുമാചാത്തിനെ സേവിക്കുന്നവരാണോ, ഉപവസിക്കുന്നവരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടോ? മാനസിക പ്രയാസം, അതായത് ശരീരത്തിൽ വന്ന് ആരോ സംസാരിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയുക, ഇത് ശരിയല്ലെന്ന് പറയുക, അത് ശരിയാണെന്ന് പറയുക, വെള്ളത്തിൽ ചാടാൻ പറയുക, രാത്രി ഇങ്ങനെ നിൽക്കാൻ പറയുക, അങ്ങനെ നിൽക്കാൻ പറയുക, വസ്ത്രം ഊരി മാറ്റാൻ പറയുക, ഇങ്ങോട്ട് പോകാൻ പറയുക, അങ്ങോട്ട് പോകാൻ പറയുക, ഇത് ശരിയല്ല, അത് ശരിയല്ല, സ്വന്തം അമ്മയെ അച്ഛനെ കാണുമ്പോൾ ഇത് അവരല്ല ഇവരല്ല എന്നൊക്കെ പലതും പല രീതികളിൽ നിങ്ങളുടെ ശരീരത്തിൽ പറയുന്ന അസഭ്യങ്ങൾ, തെറിപ്പാട്ടുകൾ നിങ്ങളുടെ ശരീരത്തിൽ പാടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴേ അതിനൊരു ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ഭഗവാനാണ്, അത് ഭഗവാന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടിരിക്കരുത്. പല ആളുകൾക്കും പല രീതികളിലാണ് സംസാര രീതികൾ വരുന്നത്, പല ആളുകൾക്കും പല രീതികളിലും. അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണമെന്ന് നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് വിഷ്ണുമാചാത്തൻ സേവ സ്വയമായി എങ്ങനെ പഠിക്കാമെന്നുള്ള ഓരോ പാഠത്തിലും ഓരോ വീഡിയോയിലും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആരും നിങ്ങളെ തടയാൻ പോകുന്നില്ല, നിങ്ങളെ അസഭ്യം പറയാനും പോകുന്നില്ല. പക്ഷേ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തിന് വേണ്ടിയാണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് വിഷ്ണുമായെന്ന് വിളിക്കുന്ന ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയത് തന്നെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ തന്നെയാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ തുറന്ന് അപ്പോൾ വിഷ്ണുമാചാത്തൻ്റെ രൂപമാണ് വരുന്നത്. അത്രമാത്രം ഭഗവാൻ അറിഞ്ഞു തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട്, അവർ കാണിക്കുന്ന ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടി അങ്ങോട്ട് ചെല്ലും. അവരവരെ കർമ്മരീതികളും പൂജകളും ചെയ്തു പോകുന്നു. ക്ഷേത്രങ്ങളിൽ പല രീതികളാണ് വിഷ്ണുമാചാത്തൻ്റെ സേവയും ഉപാസനയും പ്രാർത്ഥനയെല്ലാം, മന്ത്രങ്ങളും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ മന്ത്രങ്ങൾ പല രീതികളാണ്. അത് ചിലപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടത്തില്ല. ഇനി നിങ്ങൾ ഭഗവാന് ഇഷ്ടപ്പെടുന്ന നിവേദ്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളും മദ്യവും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന നിവേദ്യമെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഗ്രഹത്തിൽ അധിവസിക്കുന്ന ആത്മാക്കളുണ്ട്. ഈ ആത്മാക്കൾക്ക് ഈ ഭഗവാനോട് താല്പര്യമുണ്ടോ, ഭഗവാൻ ഈ ആത്മാക്കൾ താല്പര്യമുണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മാനസിക പ്രയാസം ഉണ്ടാക്കും, വിഭ്രാന്തി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ വിഷ്ണുമായെന്ന് വിളിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കാനോ സേവിക്കാനോ ഉപവസിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഗുരുസ്ഥാനത്തെ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ഇത് വേണോ വേണ്ടോ എന്ന്, യോഗമുണ്ടോ യോഗമില്ല എന്ന് മനസ്സിലാക്കി വേണം ഈ ഭഗവാനിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. നമുക്ക് കഷ്ടകാലങ്ങൾ പലതും പല രീതിയിലുണ്ടാവും. ആ കഷ്ടകാലത്തെ വലിയൊരു കഷ്ടകാലമാക്കി നിങ്ങൾ കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞ പ്രശ്നം, ഭഗവാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങോട്ട് എൻ്റെ ജോലി വരെ ഇല്ലാണ്ടായി. ഈ പെൺകുട്ടി ഭഗവാനുള്ള ആർത്തി മൂത്ത് ശരീരത്തിൽ പച്ച വരെയും ഭഗവാന്റെ രൂപങ്ങൾ കുത്തി, ഭഗവാന്റെ രൂപം പച്ച കുത്തി വെച്ചിരിക്കുന്നു ശരീരത്തിൽ, അതത് കയ്യിൽ. അപ്പോൾ ആ ഭഗവാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഭഗവാനിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അതൊക്കെ. ഈ വിഷ്ണുമാനെ അറിയാൻ പാടില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. ആ വിഷ്ണുമായെന്ന് വിളിക്കുന്ന ഭഗവാൻ നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം തീർത്തു തരുമെന്നും പറഞ്ഞ് ഭഗവാനിലേക്ക് ഓടി ചെല്ലുമ്പോൾ 100 വട്ടം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇത് തൊട്ടാൽ പൊള്ളുന്ന സാധനമാണോ എന്ന്. നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, അത് രീതികളുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ ഓം ശ്രീ വിഷ്ണുമായ നമ എന്ന് ജപിച്ചുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഓം ശ്രീ വിഷ്ണുമായ നമയുടെ ഒപ്പം മന്ത്രങ്ങൾ ചേരും. ഈ മന്ത്രങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല രൂപങ്ങളാണ്. വിഷ്ണുമായ എന്ന് വിളിക്കുന്ന ഭഗവാനെ വിഷ്ണു രൂപനായ വിഷ്ണുമായ എന്ന് വിളിക്കുന്നുണ്ട്, കൃഷ്ണനെ വിഷ്ണുമായ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണുമാനെ നമ്മൾ ഇഷ്ടം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ വിഷ്ണുമായോടൊപ്പം ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അത് പ്രശ്നമാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തത്.
ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകൾക്കും അത് ഇഷ്ടക്കുറവാണ്. ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്കൊന്നും അറിയാൻ പാടില്ലെന്നാണ് പറയണത്. സ്വയമായിട്ട് സംഭവിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ സംഭവമെന്ന്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്വന്തമായിട്ട് വിഷ്ണുമായനെയൊക്കെ സേവിച്ച് വീഡിയോ ഒക്കെ ഇടുന്ന പല ആളുകളുമുണ്ട്. പക്ഷേ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് വിഷ്ണുമായ എന്ന് വിളിക്കുന്ന ഭഗവാൻ കുഴപ്പമില്ല, എല്ലാം ഒരു പ്രശ്നമില്ല, ഭഗവാൻ കൂടെ ഉണ്ടെന്നാണ് ചിന്ത. ആദ്യമൊക്കെ ഭഗവാൻ ഉണ്ടെന്നൊക്കെ നമുക്ക് സ്വയം ചിന്ത വരും. പക്ഷേ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം വിഷ്ണുമായനെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, സേവിക്കാം. അത് കൃത്യമായ രീതിയിലൂടെ അത് മനസ്സിലാക്കി, വേണോ വേണ്ടയോ, ഭഗവാൻ ഞങ്ങളോട് കൂടെ ഉണ്ടാകുമോ, ഇത് ചെയ്താൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, അത് വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫലമുണ്ടാവും. അപ്പോൾ ഈ വിഷ്ണുമായെന്ന് വിളിക്കുന്ന ഭഗവാനെ വെച്ച് പൂജകൾ പ്രാർത്ഥിച്ചവർക്ക്, സേവിച്ചവർക്ക് ഇങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പ്രതിവിധിയായിട്ട് യൂട്യൂബ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്താം, സമയത്തിനനുസരിച്ച് വരാം. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ വെച്ചേക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല, വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ട്, വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചോളൂ. ഞാൻ കേട്ടിട്ട് കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരാം സമയത്തിനനുസരിച്ച്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരത്തിലിരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആത്മാക്കൾ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഭഗവാനാണ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി ചാടാതിരിക്കുക. ശ്രദ്ധ വേണം. ശ്രദ്ധിച്ചാൽ ജീവിതകാലം വരെയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ജീവിതം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും സർവ്വ അനുഗ്രഹവും ഐശ്വര്യം ചൊരിയട്ടെ എന്നും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോകാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കാൻ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.